രാജ്യത്ത് നക്സലിസം അവസാന ഘട്ടത്തിലേക്കെന്ന് പ്രധാനമന്ത്രി. നേരത്തെ 100-ലേറെ ജില്ലകൾ നക്സൽ ബാധിത പ്രദേശങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ ഗണ്യമായ കുറവ് വന്നു. കാടുകളിൽ നിന്നും നക്സലിസത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചെങ്കിലും നഗരമേഖലകളിൽ നക്സലിസം പിടിമുറുക്കി തുടങ്ങിയതായി പ്രധാനമന്ത്രി ആശങ്ക പങ്കുവച്ചു. ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രയോജനമായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ നക്സൽ ഭീകരരുടെ ആശയങ്ങളോടാണ് കൂടുതൽ താല്പര്യമെന്നും അദ്ദേഹം കോൺഗ്രസിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. बात जंगल से तो साफ हो रहा है, लेकिन अब वो अर्बन सेंटर्स में पैर पसार रहा है। अर्बन नक्सलियों ने अपना जाल इतनी तेजी से फैलाया है कि जो राजनीतिक दल अर्बन नक्सल के विरोधी थे, जिनकी विचारधारा कभी गांधी जी से प्रेरित थी, जो भारत की जड़ों से जुड़ी थी, ऐसे राजनीतिक दलों में आज अर्बन नक्सल पैठ जमा चुके हैं। आज वहां अर्बन नक्सलियों की आवाज, उनकी ही भाषा सुनाई देती है। इसी से हम समझ सकते हैं कि इनकी जड़ें कितनी गहरी हैं। ജിഷ്ണുകൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, ഒരു ദേശീയ വാർത്താ ചാനലിൻ്റെ പരിപാടിയിലാണല്ലോ നരേന്ദ്രമോദി നക്സലിസത്തെ പറ്റി പറഞ്ഞത്. അതായത് കേരളത്തിലടക്കം DGP പറഞ്ഞതാണ് അർബൻ നക്സലിസം കൂടുതൽ പിടിമുറുക്കുന്നു, അതുകൊണ്ട് കൂടുതൽ ജാഗ്രത വേണമെന്ന് കേരളത്തിൽ പോലും നിർദ്ദേശങ്ങൾ വന്നതാണ്. അപ്പോൾ രാജ്യത്തൊട്ടാകെയും കാടുകളിലുള്ള നക്സലിസത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു. പക്ഷേ ഈ നഗരങ്ങളിൽ നക്സൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടല്ലോ. വിനോദ്, ഡൽഹിയിൽ ഒരു മാധ്യമത്തിന്റെ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട നക്സൽ മാവോയിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളും അവരുടെ പ്രവർത്തന രീതികൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയത് നേരത്തെയും ആയുധമെടുത്തുകൊണ്ട് കാടുകളിൽ നിലനിന്നിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദത്തെ തുടച്ചു നീക്കാനും അത് അവസാനിപ്പിക്കാനും ഒരു വലിയ രീതിയിൽ സാധിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ആശയ പ്രചാരണം അർബൻ നക്സലുകൾ, നഗരമേഖലയിലേക്ക് നക്സലുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിന് വളരെ കൃത്യമായ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാതെ തന്നെ പരോക്ഷമായ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ രാജ്യത്ത് 100-ലധികം ജില്ലകളിൽ മാവോയിസ്റ്റ് ഭീകര സാന്നിധ്യമുണ്ടായിരുന്നു. വളരെ കൃത്യമായി മാവോയിസ്റ്റ് ബാധിത മേഖലകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന 100-ലധികം ജില്ലകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് വിരലിൽ എണ്ണാവുന്ന ജില്ലകളിലേക്ക്, അതായത് ഗണ്യമായ കുറവ് മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ, മാവോയിസ്റ്റ് ബാധിത ജില്ലകളുടെ എണ്ണത്തിലുണ്ടായി. ഒപ്പം അതിശക്തമായ നടപടികളിലൂടെ കാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുരത്താൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെയും സമാനമായ വാക്കുകൾ, കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരവാദികളുടെ അക്രമത്തിൽ പൊതുജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവത്തിൽ 85% കുറവുണ്ടായി എന്നുള്ളതായിരുന്നു കണക്കുകൾ സഹിതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചൂണ്ടിക്കാട്ടിയതൊപ്പം ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കവേ 2026 മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാവോയിസ്റ്റ് നക്സൽ പ്രവർത്തനങ്ങൾ കാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ നിന്ന് അവരുടെ മുൻപുണ്ടായിരുന്ന പ്രവർത്തന രീതി ആയുധമെടുത്ത് പോരാടുക എന്നുള്ളതായിരുന്നു. ആ മേഖലയിൽ നിന്നും വളരെ കൃത്യമായി അവരെ തുടച്ചു നീക്കാൻ രാജ്യത്തിന് സാധിച്ചു, നടപടികളിലൂടെ സാധിച്ചു. അതിന് വിവിധ തരത്തിലുള്ള നടപടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സുരക്ഷാ ഏജൻസികളും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആയുധമെടുക്കുന്നവർക്കെതിരെയും അതേ രീതിയിൽ അതേ നാണയത്തിൽ ശക്തമായ നടപടി. ഒപ്പം ആയുധം ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഭീകരവാദികൾക്ക് നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനം. ഒപ്പം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പല മേഖലകളിലും ജനങ്ങളുടെ കൂടി പിന്തുണയോടെ ആയിരുന്നു മുൻപ് മാവോയിസ്റ്റ് ഭീകരവാദം നടന്നത്. അത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ 10 വർഷത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളെ ഒരു പരിധിവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ്, വിവിധ ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രധാനമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ 100-ലധികം മാവോയിസ്റ്റ് ബാധിത മേഖലകൾ, മാവോയിസ്റ്റ് ബാധിത
ജില്ലകളുണ്ടായിരുന്ന രാജ്യത്ത് ഇന്നത് വെറും വിരലിലെണ്ണാവുന്ന ജില്ലകളിലേക്ക് ഗണ്യമായ കുറവുണ്ടായി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതതിൻ്റെ ഒരു വശമാണ്. മറുവശത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിലവിൽ അർബൻ നക്സലിസം, അതായത് മാവോയിസ്റ്റ് ചിന്താഗതി, ഇടത് മാവോയിസ്റ്റ് ചിന്താഗതി രാജ്യത്തിൻ്റെ സുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന രീതിയിലുള്ള ആശയ പ്രചരണം നഗരമേഖലയിൽ നടക്കുന്നു. അതിന് മുൻപ് ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു വന്നൊരു പാർട്ടി ഇത്തരം അർബൻ നക്സലിസത്തിനും അവരുടെ പ്രവർത്തനങ്ങളിലും അതിശക്തമായ പിന്തുണ നൽകുന്നു എന്നാണ് കോൺഗ്രസിനെ പേരെടുത്തു പറയാതെ കോൺഗ്രസ് ഇത്തരം അർബൻ നക്സലിസത്തെ പിന്തുണയ്ക്കുന്നു എന്ന വാദം, എന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാം, ആയുധത്തിനപ്പുറത്തേക്ക് രാജ്യത്തെ ജനങ്ങളെ ആശയപരമായി രാജ്യത്തിനെതിരെ തിരിക്കുന്ന പ്രചാരണങ്ങൾ, വിവിധ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ദേശീയതയ്ക്കെതിരെ രാജ്യത്തിനെതിരെ തിരിക്കുന്ന നരേഷനുകൾ, ആശയ പ്രചാരണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം BJP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി വിദേശ ഫണ്ടിങ്ങോടുകൂടി രാജ്യത്ത് നടക്കുന്ന വിഘടനവാദ പ്രവർത്തനമാണ്, അർബൻ നക്സലിസം പലപ്പോഴും നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പരസ്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കുമ്പോൾ അർബൻ നക്സലിസം ഒരു വശത്ത് തഴച്ചു വളരുന്നു. അതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയുണ്ട്. പക്ഷേ ഈ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് വനമേഖലകളിൽ സുഗ്മ, നാരായൺപൂർ, ബീജാപൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. അവിടെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി, ബീജാപൂരിൽ ഉൾഗ്രാമത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതുവരെ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്താത്ത ഗ്രാമത്തിൽ പോലും ഈ വർഷം 2025 ജനുവരി 26 രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിപ്പറന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ പോലും കടന്നു ചെന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവിടെ മാവോയിസ്റ്റ് ഭീകരവാദം അവസാനിപ്പിക്കാനും നിലവിൽ സാധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീജാപൂർ, സുഗ്മ, നാരായൺപൂർ തുടങ്ങി ഛത്തീസ്ഗഡിലെ ഉൾവനമേഖലകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അർബൻ നക്സലിസത്തിനെതിരെയും ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. വിനോദ്. അതെ, നക്സൽ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത്. ഈ കാടുകളിൽ നിന്നും കുറവായ നക്സലിസം, അതിപ്പോൾ അർബൻ നക്സലിസം എന്ന പുതിയ രൂപത്തിൽ അത് ശക്തി പ്രാപിക്കുന്നു. പക്ഷേ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ഒടുക്കം നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.